മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ പുട്ട്, അപ്പം, നൂൽപുട്ട് ഇതുപോലെയുള്ള എല്ലാ പലഹാരത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് പെപ്പർ റോസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക, അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 സവോള ചെറുതായി കൊത്തിയരിഞ്ഞത്, പിന്നെ വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇത് 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. സവോളയുടെ നേർപകുതി അളവിന് തക്കാളി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട്. പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് 4 വലിയ അല്ലി ആയതുകൊണ്ട് 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗാർണിഷ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മല്ലിയില, അതുപോലെ കറിവേപ്പില. ഇനി എഗ്ഗ് പെപ്പർ റോസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓയിലിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിൽ നിന്ന് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട പൊട്ടിപ്പോവാതെ പതുക്കെ നമുക്ക് ഓരോ സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സൈഡ് ഏതാണ്ട് 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഫ്രൈ ചെയ്തെടുക്കുക. നോർമൽ മുട്ടക്കറിയെക്കാട്ടിലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും. ഇപ്പോൾ എഗ്ഗ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ പൊട്ടിപ്പോവാതെ ഓയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ഓയിലേക്ക് തന്നെ അല്പം കറിവേപ്പില, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള വഴറ്റിയെടുക്കുന്ന ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ സവോളയും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ സൗകര്യമാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള അത്യാവശ്യമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം ആ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പോൾ ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പല്ല, അല്പം തിക്ക് റോസ്റ്റാണ്. അതുകൊണ്ട് ഇത്ര മാത്രമേ വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ. നല്ലതുപോലെ എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല തിക്ക് റോസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇതിലിങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയുടെ ഇല, കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് മസാലയെല്ലാം കോഴിമുട്ടയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. മസാല കോഴിമുട്ടയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത്
1 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കോഴിമുട്ടയിലേക്ക് മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ കുരുമുളകിട്ട് വരട്ടിയ കോഴിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്ക് അടിപൊളി കോമ്പിനേഷനാണ്, വേറെ ഒരു കറിയും വേണ്ട. അതേപോലെ പുട്ട്, അപ്പം, ചപ്പാത്തി എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.